ആൾക്കാർക്ക് ഒരു ഇതുണ്ട് സെക്കൻഡ് മാരേജ് അല്ലെ രണ്ടാനമ്മ നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന രണ്ടാനമ്മ ഈ ചട്ടുക വെച്ച് പൊള്ളിക്കുന്ന അതാണ് എപ്പോഴും കൺസെപ്റ്റ് അതാ അവരെന്ത് വന്നാലും അത് മാറൂല. അപ്പോൾ എനിക്ക് യൂട്യൂബ് ചാനലിൽ കൊണ്ട് എനിക്ക് ഏറ്റവും ഒരു ബെനിഫിറ്റ് എന്ന് തോന്നിയത് ആ ഒരു ആൾക്കാരെ വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ആൾക്കാർക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ പക്ഷെ കുറച്ച് പേരുടെയെങ്കിലും ആ ഒരു കാഴ്ചപ്പാടിനെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു സെക്കൻഡ് അമ്മ എന്ന് വെച്ചാൽ ഒരിക്കലും അമ്മയാവൂല, അതൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തോന്നുന്നേട്ടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പം ചെറിയ മക്കളാണ്. എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു കുട്ടികളോടുള്ള കൺസെപ്റ്റ് വെച്ചാൽ ഇവരൊരു കുറച്ചൊരു പ്രായപൂർത്തിയാകുന്നവരെ ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നോ അവർക്ക് ഒന്നും എതിര് ചെയ്യാൻ പറ്റില്ല. ഒരമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് കേട്ടോ. ഇവർ നമ്മളിപ്പോൾ തല്ലിയാലും ഇവർ നമ്മളെ തല്ലൂല, അത് നമ്മളെ കഴിവല്ല, ഇവരെ നിസ്സഹായ അവസ്ഥയാണ്. അത് ഏത് മക്കളെ നിസ്സഹായ അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഏതൊരമ്മ പ്രസവിച്ച ഒരമ്മ അല്ലെങ്കിൽ ഒരാളെ മൈൻഡ് നല്ലൊരു മെച്യൂരിറ്റി ആയ ഒരാൾ മൈൻഡിൽ നമുക്ക് മക്കളെയൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും തോന്നൂല. ഇവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഇവർ സെക്കൻഡ് മദർ എന്ന് വെച്ചാൽ അപ്പാട് അങ്ങനെ ഭക്ഷണം കൊടുക്കൂല, അങ്ങനെയാക്കൂല. അപ്പോൾ ഞാളെ വീഡിയോസിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയാ, അയ്യോ കേക്ക് അധികം കൊടുത്തില്ല, അങ്ങനെ കൊടുത്തില്ല, ഇങ്ങനെ കൊടുത്തില്ല, കേക്ക് നമുക്ക് തന്നെ എന്തോ പോലെയോ ഈ മക്കൾ എന്തെങ്കിലും ഇപ്പം വായിക്കാനൊക്കെ ആയല്ലോ. ഇവരെന്നെ എന്താ ഒരു വിദ്യാഭ്യാസം കിട്ടണമെന്നൊന്നും ഇല്ല ഇതില്ലേ. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നമുക്ക് മൈൻഡിൽ ആലോചിച്ചാൽ അറിയാം. പക്ഷെ അങ്ങനെയില്ല, അമ്മമാരുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, അത് സ്വന്തം അമ്മയാണ്, സ്വന്തം അമ്മമാരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഇതിൽ എന്ത് വ്യത്യാസമുള്ളത് രണ്ടാനമ്മ എന്നുള്ളതിൽ. അപ്പം അങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. പിന്നെ എന്നോട് അധികം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇടയിൽ വന്നൊരു കമൻറ്റ്, ഈ സൈഷയുടെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും നല്ലോണം നിൽക്കുന്ന ഏതെങ്കിലും റീൽസ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നാണോ ഇല്ലേ, പിന്നെ ആദ്യം ഭാര്യനോട് ഇത്ര സ്നേഹം ഉണ്ടായിനോ ഇപ്പോൾ, പക്ഷേ ഞാൻ ഇവരെ അമ്മയാവണം, ബട്ട് സജീഷറിൻ്റെ ഭാര്യ ആവരുത്. അതാണ് ആൾക്കാരുടെ ഇത്. ലിനി സിസ്റ്റർ ബഹുമാനത്തോടു കൂടി തന്നെ, അത് നമ്മളെ വീട്ടിൽ പങ്ക് നോക്കിയാൽ കാണാം, ഒരുപാട് ബഹുമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ലിനി സിസ്റ്റർ ആയിരുന്നു എന്നല്ല, ആണ്. അത് എപ്പോഴും അങ്ങനെയാണ്. കാരണം അവരെ ഒരു ഭാര്യയായിട്ടാണ് മരിച്ചത്, അതൊരിക്കലും ഇനി മാറൂല. അതേപോലെ ആ സ്ഥാനത്തേക്ക് വന്ന അല്ലെങ്കിൽ രണ്ടാമത് തലയിടി വന്നപ്പോൾ എനിക്കും എൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എഴുതുക. പിന്നെ മക്കളായ കൂടെ ഓക്കെ, മക്കളെ അമ്മ സ്വന്തം പോലെ കരുതണം, പക്ഷെ സജീഷേടൻ്റെ ഭാര്യ എന്നുള്ള സ്വന്തം പോലെ കരുതരുത്. അങ്ങനെയുള്ള കുറച്ചുകളുടെ ചിന്താഗതി അതാണ്. പിന്നെ അതും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ മാറ്റാൻ ഈ യൂട്യൂബ് ചാനലുകൊണ്ട് നടന്നിട്ടുണ്ട്. കാരണം രണ്ടാമത്തെ കല്യാണം കഴിച്ച പോലെ ഒരുപാട് സങ്കടപ്പെട്ട് ജീവിക്കണം, അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ അങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. അതന്നെ, കുറെ ആൾക്കാർ ഞങ്ങൾ നല്ല രീതിയിൽ മാറ്റം വന്നതും വിളിച്ചിട്ടുണ്ട്. അതായത് സെക്കൻഡ് മാരേജ് കഴിച്ചാലും ഇങ്ങനെയൊക്കെ കുടുംബം കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിളിച്ചു. അത് ഭയങ്കര ഒരു പല ആൾക്കാരും കണ്ടിട്ട് നമ്മൾ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ശരിക്കും നിൽക്കാൻ പറ്റൂലേ എന്നുള്ള രീതിയിൽ. ഇപ്പം പല ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് സെക്കൻഡ് മാരേജ് ഒക്കെ കഴിച്ചിട്ട് എന്താ പറയുക, കുട്ടികളെ ഒന്നുകിൽ അവരെ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഭാര്യയുടെ വീട്ടിൽ കുട്ടികളെ ആക്കിയിട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിങ്ങനെ ഈ രണ്ട് തരത്തിൽ വന്ന കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്നത് കാണുന്നതൊക്കെ, അത് ആ രീതിയിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റം ശരിക്കും വന്നതെന്ന് പറയുന്നത് തുടക്കത്തിൽ നിന്ന് ഇതിലേക്ക് എത്തിയത് വലിയൊരു തന്നെയാണ്. ഒരു മൂന്നര കൊല്ലം കൊണ്ട് ഈ ഒരു മാറ്റത്തിൽ എത്താൻ ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾ ഞങ്ങൾക്ക് ആൾക്കാരുടെ വോയിസിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ സംസാരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് ആദ്യം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ ശരിക്കും? ഇത് തന്നെയാണ് ലിനി സിസ്റ്റർ, നമ്മൾ ലിനി സിസ്റ്ററെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല, ഇപ്പോഴും ചിന്തിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെപ്പോൾ നമ്മളെ ലൈഫിലൂടെ ഫുൾ ടൈം നമ്മളെ ലൈഫിലൂടെ ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഏത് വീട്ടിലോട്ട് നമ്മൾ മാറുന്ന സമയത്തും സിസ്റ്റർ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത് സൈഷേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതുപോലെ തന്നെയുള്ള അതേ സ്നേഹം അതെനിക്കിപ്പോഴും അങ്ങനെ തന്നെ തരുന്നുണ്ട്. കാരണം എങ്ങനെയാണോ സിസ്റ്ററോട് എങ്ങനെയായിരുന്നോ സൈഷേട്ടൻ നിന്നത് അതേ രീതിയിൽ തന്നെ എല്ലാ കെയറിങ്ങും കേട്ടോ, അതിലൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സിസ്റ്ററും ആക്കി വെച്ചത് ഇവർ കുറച്ച് വലുതായിട്ടുള്ളവരുടെ ലൈഫാണ്, ഇവർ 5-4 കൂടെയുള്ള ലൈഫാണ്. അതെനിക്ക് കൊടുക്കാൻ പറ്റണമെന്നേ ഉള്ളൂ. സിസ്റ്റർ ആവാൻ പറ്റുന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് അത് കൊടുക്കാൻ അവർ കൊടുത്ത പോലെയുള്ള സ്നേഹവും കെയറിങ്ങും ഒരു ഫാമിലി ഇവർക്ക് ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ഇത് എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നാണ് എനിക്ക് ഇത്ര നാളും ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, കൊടുക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവണം. അതാ സൈഷേട്ടൻ അന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഫാമിലി, സൈഷേട്ടൻ നഷ്ടപ്പെട്ട ഒരു ഫാമിലി ഉണ്ട്, എനിക്കും നഷ്ടപ്പെട്ടു പോയൊരു ഫാമിലി ഉണ്ട്. അത് നമുക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റണം.
പിന്നെ കൂട്ടത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്വപ്നമുള്ളൊരു ജീവിതം ഞങ്ങൾ രണ്ടുപേർക്കുള്ള. അപ്പം അധിക സമയത്തും ഞങ്ങൾ ഇവർ ഇല്ലാത്ത സമയം ഉണ്ടാവും. കാരണം വെക്കേഷനിലൊക്കെ ഇവർ സിസ്റ്റർ വീട്ടിലും മോള് എൻ്റെ വീട്ടിലും ഞങ്ങളുടേതായ ഒരു ലൈഫിൽ ഞങ്ങളും എൻജോയ് ചെയ്യലൊക്കെ ഉണ്ട്. നമുക്ക് അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വരലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് ഒരുപാട് നഷ്ടങ്ങളാണ് ഞങ്ങൾക്ക് ലൈഫിൽ. അതും ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു ലൈഫായിരിക്കണം മുന്നോട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാട്ടോ ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞ ഒരുപാട് കെയറിങ് എന്ന് വെച്ചാൽ രേഷേറിനെ അത്രയും കെയറിങ് ആണ്. എങ്ങനെ ലിനി സിസ്റ്ററോട് എങ്ങനെ നോക്കി എങ്ങനെ നിന്നു ആ സെയിം തന്നെ. അല്ലെ നീ അങ്ങനെയല്ലേ എൻ്റെ മക്കളെ അമ്മയാണത്, അല്ലെങ്കിൽ ഇനി നീ എന്നോട് അങ്ങനെയുള്ളൂ, അങ്ങനെ ഒരിക്കലും ഇന്ന് വരെ എന്നോട് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, പെരുമാറിയിട്ടുമില്ല, എനിക്കിട്ട് ഫീൽ ചെയ്തിട്ടുമില്ല. സെയിം ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ഞങ്ങൾക്ക് തോന്നൽ തന്നെ ഉണ്ട്, നമ്മൾ ലൈഫ് ഇങ്ങനെ പണ്ട് ഇങ്ങനത്തെ ലൈഫിലുള്ള ആളെയൊക്കെ എന്നോട് മറന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം അങ്ങനെ മോള് തന്നെ ഇടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ അങ്ങനെയുള്ള. ഞാൻ പറയും എനിക്ക് ഒരിക്കലില്ല. പലരും എന്നോട് ചോദിക്കലുണ്ട്, ഇപ്പം എങ്ങനെ നിൽക്കുമ്പോൾ തോന്നൂലേ ഇങ്ങനെ ആദ്യത്തെ ലൈഫിലുള്ള ആളെ. ഇപ്പം നമുക്കല്ലാതെ തന്നെ ഇപ്പം ബ്രേക്കപ്പ് ആയാൽ തന്നെ ഓരോരുത്തർ ടെൻഷൻ അടിച്ച് നിൽക്കുന്നതൊക്കെ കാണല്ലേ. അപ്പം അങ്ങനെ ഭയങ്കര ടെൻഷൻ സങ്കടം തോന്നൂലേ. എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ ആദ്യം കല്യാണം കഴിച്ച് വന്ന് ഇവിടെ. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഭയങ്കര നിയോഗം തന്നെ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ എത്തിപ്പെട്ടത്. സൈഷേട്ടൻ കൊയിലാണ്ടികളെ ഞാൻ ഒരിക്കൽ പോലും സൈഷേട്ടൻ ലൈഫിലോട്ട് ഇങ്ങനത്തെ രീതിയിൽ വരുന്ന ഇല്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്ന പോലെ തന്നെ അത് ലിനി സിസ്റ്റർ ഒരു പ്രാർത്ഥന ഉണ്ടാവും. ഒരു പക്ഷേങ്കിൽ എനിക്ക് അറിയില്ല, എന്നെ കൊണ്ട് തന്നെ ഞാൻ തന്നെ പൊക്കി പറയില്ല. ഒരു പക്ഷേ ഞാനും ചിന്തിച്ചിട്ടുണ്ട് സൈഷേറിൻ്റെ പണ്ടത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ പിന്നെ ഇനി വേറൊരു അമ്മയെല്ലാം വന്നു കഴിഞ്ഞാൽ അമ്മോ ഭയങ്കര ബുദ്ധിമുട്ടാകും എന്നൊക്കെ. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്കൊരു ആശ്വാസമായി, വേറെ ഒന്നും ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ തോന്നിയപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും ഞാൻ തന്നെ വന്നത് അങ്ങനെ തോന്നിയല്ലോ നമുക്ക്. അങ്ങനെ ഒരുപാട് ദൂരെ നിന്നാണ് ഞാനൊക്കെ ശരിക്കും വന്നത് ഇവരുടെ ലൈഫിലേക്ക്. ഒരിക്കലും കാണാൻ പറ്റുന്നൊരു ഇതേ ആയിരുന്നില്ല ആ സമയത്ത് അല്ലേ സൈഷേട്ടാ? നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഒരിക്കലും കല്യാണം കഴിക്കുന്ന ഒരു ബന്ധത്തിലല്ലായിരുന്നു. ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റുകയില്ല. ആ ഒരു രീതി തന്നെയായിരുന്നു നമ്മളെ ലൈഫ് ആ സമയത്ത്. പക്ഷേ എങ്ങനെയോ ഒരു ഇതുപോലെ ഇവരെ അമ്മയായിട്ട് വരണം എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു ബാക്കിയുള്ള ലൈഫ് ഇങ്ങനെയായിരിക്കും. അതെന്തായാലും ശരിക്കും ഇത്രയും വിമർശനങ്ങൾ വരുമ്പോഴും നിങ്ങളെപ്പോഴും ഫാമിലി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, നിങ്ങളെപ്പോഴും ഒരുമിച്ചിരിക്കണം എന്നൊരു തോട്ട് എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവും. അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നിഴലായിട്ട് എപ്പോഴും ലിനി ഉണ്ടാവും. അപ്പോൾ അത് പലപ്പോഴും എന്താ പറയുക, ഞങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളോട് കാണിക്കുന്ന ആൾക്കാരുടെ സ്നേഹം എന്ന് പറയുന്നത് ചിലപ്പോൾ പല ആൾക്കാരും വന്നിട്ട് ചോദിക്കും, ലിനിയുടെ മക്കളില്ലേ എന്ന് ചോദിക്കും. പ്രതിഭയോട് തന്നെയാണ് ചോദിക്കുക, ലിനിയുടെ മക്കളല്ലേ ഇതെന്ന് ചോദിക്കും. മോളുള്ള സമയത്തും ചിലപ്പം ചോദിക്കും, ഇത് ലിനിയുടെ മക്കളല്ലേ ഇത്. അപ്പോൾ ആ ഒരു വേർതിരിവ് ഞങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലപ്പം സിദ്ധു, കുഞ്ഞും, ദേവും അത് ഞങ്ങളെ മക്കളെന്നുള്ള രീതി തന്നെയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് ലിനി. അത് കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയാം. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇവരുടെ അച്ഛനും അമ്മയും എന്നുള്ളത് ഞങ്ങൾ തന്നെയാണ്. ശരിക്കും ലിനി സിസ്റ്ററിന്റെയും നിങ്ങളുടെയും അച്ഛനും അമ്മയുടെയും ആഗ്രഹം എന്താണ്? ഇവരെ വലുതാവുമ്പോൾ എന്താക്കണം? ഇവരിലെ ആഗ്രഹം തന്നെ ഉണ്ട്. അത് പലപ്പോഴും പല സമയത്തായിട്ട് പറഞ്ഞതാണ്. എന്താ ആഗ്രഹം? എഞ്ചിനീയർ ആവണമെങ്കിൽ ഡോക്ടർ ആവണം. ഡോക്ടർ എഞ്ചിനീയർ ആവണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. സിസ്റ്ററിനും ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായി പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഇന്നേ ആഗ്രഹം എന്ന് എനിക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ തുടക്കത്തിൽ തന്നെ ലിനി വളർന്നു വന്നതിൻ്റെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നേഴ്സിംഗ് എന്നുള്ള ഫീൽഡിലേക്ക് എത്തിയതും. അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം ഞങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളാകുന്ന സമയത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മക്കൾ ഒരിക്കലും ഈ പറയുന്ന എന്താ പറയുക, പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടരുത്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അത് കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഞാനും അതേപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുക. ഇപ്പം നമ്മളെ മക്കൾ ഒരിക്കലും പഠിക്കാൻ വേണ്ടി കഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അത് ചിലപ്പം ലിനി എന്താ പറയുക, ഞങ്ങളും വലിയ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ ഒരു താഴേക്കടയിലുള്ള കല്യാണം കഴിച്ച സമയത്തുമൊക്കെ ലിനിയും ഞാനും ജോലിക്ക് പോയാൽ മാത്രമേ കുടുംബം കൊണ്ടുപോകാൻ പറ്റുന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഇതുപോലെ ആയിരിക്കാം ലിനിയുടെ കൂടെ തന്നെയാണ് അവരുടെ ഇതും വന്നത്. അപ്പോൾ ലിനി ആഗ്രഹിച്ച പോലെ തന്നെ ഇപ്പം അവരുടെ പഠിപ്പും കാര്യങ്ങളും കൂടെ അവരുടെ പഠിപ്പും നോക്കാൻ കൂടി ഇപ്പോൾ ഒരാളും കൂടി ആയ സമയത്ത് നമ്മൾ പെർഫെക്റ്റ് ആയി എന്ന് പറയും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണോ? വഴക്കൊക്കെ പറയോ പഠിച്ചില്ലെങ്കിൽ?
എന്നാലും സ്ട്രിക്റ്റ് ഞാനാന്ന് പറയാ. അച്ഛനാണോ സ്ട്രിക്റ്റ്? അവൻ അച്ഛനോട് പറയില്ല, അമ്മ പറയില്ല, എല്ലാം ഒന്ന് അമ്മയോടാണോ പറയാ? അതിപ്പോ അത് വന്നിപ്പോ എന്ന് പറഞ്ഞാല് ഇവൻ എന്ത് പറഞ്ഞാലും സാധാരണ വീണ് കഴിഞ്ഞാല് അമ്മയെന്ന് വിളിച്ചില്ലേ, എന്ത് കഴിഞ്ഞാലും ഓടിപ്പോയി അങ്ങോട്ടാണ്. അങ്ങോട്ടാണ്. കാരണം എൻ്റെ അടുത്താണെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടും എന്നുള്ളതുകൊണ്ട് ആ രീതിയിലൊക്കെ അവിടെ നിന്നാണ് ഇപ്പം ത്രൂ ഔട്ട് എല്ലാം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അമ്മയോട് പറഞ്ഞ അമ്മ വഴി കാര്യങ്ങൾ സാധിക്കാന്നൊക്കെ പറയുന്ന പോലെ.